ഒരു സാധാരണ മാർക്കറ്റിൽ ഒരു ദിവസം എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്കറിയാം. ആൾക്കാർ സാധനങ്ങൾ മേടിക്കാൻ വരുന്നു. അതിപ്പോ അരിയാവാം, ഗോതമ്പാവാം, പച്ചക്കറി ആവാം, എന്തോ ആവാം. അതുപോലെ കുറെ പേര് ഈ സാധനങ്ങൾ ഉണ്ടാക്കുന്നവര്, കടകള്, ഷോപ്പുകൾ അല്ലെങ്കിൽ കമ്പനി എന്ന് പറയാം, അവര് അത് വിൽക്കാൻ വരുന്നു. അപ്പോൾ ഒരു ഗ്രൂപ്പ് മേടിക്കാൻ വരുന്നു, ഒരു ഗ്രൂപ്പ് വിൽക്കാൻ വരുന്നു. അവർ തമ്മിലുള്ള ട്രാൻസാക്ഷൻസ് അവിടെ നടക്കുന്നു. ഒരു സാധാരണ മാർക്കറ്റ്. അപ്പോൾ ഒരു സ്റ്റോക്ക് മാർക്കറ്റ് എന്താണ്? ഇതുപോലെ തന്നെ മാർക്കറ്റിലെ കാര്യം പറഞ്ഞ പോലെ തന്നെ ആൾക്കാർ ഇവിടെ സാധനങ്ങൾ മേടിക്കുന്നു. പക്ഷെ എന്താണ് സാധനം? അരിയും ഉഴുന്നും ഗോതമ്പും ബക്കറ്റും ചീപ്പും സോപ്പും അല്ല, ഇതെല്ലാം ഉണ്ടാക്കുന്ന കമ്പനികളെ തന്നെ മേടിക്കുന്നു. അതായത് ആ കമ്പനികളുടെ ചെറിയ ഓഹരി സ്റ്റോക്കായിട്ട് മേടിക്കുന്നു, അല്ലെ? ഈ ട്രാൻസാക്ഷൻസ് നടക്കുന്ന ആ സിസ്റ്റത്തിനെയാണ് നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത്. ആ മാർക്കറ്റിനെ പക്ഷെ മാർക്കറ്റ് എന്ന് പറയുമ്പോൾ എക്സാമ്പിളിൽ കൂടി പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഒരു ഫിസിക്കൽ മാർക്കറ്റാണ് ഓർമ്മ വരുന്നത്. ഇപ്പൊ ഒരു ഹൈപ്പർ മാർട്ട് എന്നൊക്കെ പറയുന്ന പോലെ, ബിഗ് ബസാർ എന്നൊക്കെ പറയുന്ന പോലെ. പക്ഷെ ഇന്ന് എല്ലാം ഇലക്ട്രോണിക്കലി പോസിബിൾ ആയതുകൊണ്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ നമ്മൾ പോകണ്ട, വീട്ടിലിരുന്ന് തന്നെ ഫോണിൽ കൂടി തന്നെ സാധനങ്ങൾ മേടിക്കാം. അതായത് ഈ സ്റ്റോക്കുകൾ മേടിക്കാം, വിൽക്കാം, എന്തുകൊണ്ടും ചെയ്യാം, ഇൻവെസ്റ്റും ചെയ്യാം. അപ്പൊ സ്വാഭാവികമായിട്ടും ചോദിക്കാം, എന്തിനാണ് ഇങ്ങനൊരു സ്റ്റോക്ക് മാർക്കറ്റ്? എന്തിനാണ് ഈ കമ്പനികൾ അവിടെ ലിസ്റ്റ് ചെയ്തേക്കുന്നത്, നമ്മൾ മേടിക്കുന്നത്, അല്ലെ? അതിന് ഒരു ചെറിയ എക്സാമ്പിൾ മനസ്സിലാക്കാം. ഞാൻ ഒരു ചെറിയ റെസ്റ്റോറൻറ്റ് തുടങ്ങുകയാണ് എൻ്റെ 2 ഫ്രണ്ട്സിൻ്റെ ഒപ്പം. ഞങ്ങൾ 3 പേര് പൈസ ഇട്ടിട്ട് ഒരു ചെറിയ റെസ്റ്റോറൻറ്റ് തുടങ്ങുന്നു. കുറച്ച് കഴിയുമ്പോൾ, മേ ബി കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ എനിക്ക് തോന്നുന്നു എല്ലാം നല്ല രീതിയിൽ പോകുന്നുണ്ട്, ലാഭം ഉണ്ടാവുന്നുണ്ട്, മേ ബി ഒന്ന് എക്സ്പാൻഡ് ചെയ്യാം, മേ ബി വേറൊരു റെസ്റ്റോറൻറ്റ് തന്നെ തുടങ്ങാം, ഒരു ചെയിനാക്കി മാറ്റാം. അതിന് പൈസ വേണം, കൂടുതൽ എംപ്ലോയീസ് വേണം, ചിലപ്പോൾ വണ്ടികൾ വേണ്ടി വരും, ഓഫീസ് വേണം, സ്ഥലം വേണം, അല്ലേ? അപ്പോൾ നമ്മുടെ കയ്യിൽ അതിനുള്ള പൈസ ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? പബ്ലിക്കിനോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ എൻ്റെ റെസ്റ്റോറൻറ്റ് അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റ് ചെയിൻ്റെ ഒരു ചെറിയ ഭാഗം നിങ്ങൾക്ക് അതിൻ്റെ ഓണർഷിപ്പ് എടുക്കാം. അതായത് നിങ്ങൾ പൈസ തന്നിട്ട് ആ ഓണർഷിപ്പ് നിങ്ങൾ മേടിച്ചോ. ഓക്കെ, അതായത് പബ്ലിക്കിനോട് നമ്മൾ ചോദിക്കുകയാണ്. അതിന് ഞാൻ എന്ത് ചെയ്യും? ഞാൻ ഒരു ഇനീഷ്യൽ പബ്ലിക് ഓഫറിങ് സ്റ്റോക്ക് മാർക്കറ്റിൽ ചെയ്ത് എൻ്റെ കമ്പനി അവിടെ ലിസ്റ്റ് ചെയ്യും. അപ്പോൾ മേടിക്കേണ്ടവർക്ക് മേടിക്കാം. അങ്ങനെ എനിക്ക് കുറെ പൈസ ഒറ്റയടിക്ക് റേസ് ചെയ്യാം. അതുപയോഗിച്ച് എനിക്ക് എൻ്റെ കമ്പനി എക്സ്പാൻഡ് ചെയ്യാം. അതേസമയം മേടിക്കുന്നവര് അതിൻ്റെ ഒരു ചെറിയ ഭാഗമാണ് എത്രയാണ് മേടിക്കുന്നതെന്ന് വെച്ച്. അതായത് എൻ്റെ കമ്പനിയുടെ വാല്യൂ മുകളിലേക്ക് പോയാൽ ഞാൻ എക്സ്പാൻഡ് ഒക്കെ ചെയ്യുമ്പോൾ അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്ന, അതായത് എൻ്റെ കമ്പനിയുടെ ഓഹരി മേടിക്കുന്നവരുടെ പൈസയുടെ വാല്യൂ കൂടൂലേ? അതാണ് സിമ്പിളായിട്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ നടക്കുന്നത്. ഞാൻ എൻ്റെ കമ്പനി ലിസ്റ്റ് ചെയ്തു, മേടിക്കേണ്ടവർ മേടിച്ചു. അതായത് ഞാൻ കുറെ പൈസ റേസ് ചെയ്തു, ഞാൻ പോയി എൻ്റെ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഈ മേടിച്ചവർക്ക് അതുകൊണ്ട് എന്തുകൊണ്ടും ചെയ്യാം, വേണമെങ്കിൽ വിൽക്കാം, അല്ലെങ്കിൽ അവിടെ തന്നെ ഇൻവെസ്റ്റ് ചെയ്തേക്കാം. പക്ഷെ എൻ്റെ മെയിൻ ലാഭം ആദ്യത്തെ IPO റേസ് ചെയ്യുമ്പോഴാണ്. ഒരുമിച്ച് ലംസമായിട്ട് എമൗണ്ട് കിട്ടുന്നു. അത് കഴിഞ്ഞിട്ട് മേടിച്ചവര് അതുകൊണ്ട് ട്രേഡ് ചെയ്യുമായിരിക്കാം, അതായിട്ട് എനിക്ക് ബന്ധമില്ല. അതായത് അതിൽ നിന്ന് എനിക്ക് ലാഭമൊന്നും കിട്ടാനില്ല. അപ്പൊ നമുക്ക് സിമ്പിളായ രീതിയിൽ എന്ന് പറയാം, സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ കമ്പനികളുടെ ഒരു മാർക്കറ്റാണ്. അല്ലെങ്കിൽ ഒരു സാധാരണക്കാരന് വലിയ കമ്പനികളുടെ ചെറിയ ഭാഗം ഓൺ ചെയ്യാൻ പറ്റുന്ന ഒരു ലോകം. സിമ്പിൾ. അപ്പോൾ എനിക്ക് ചോദിക്കാം, അപ്പൊ സ്റ്റോക്ക് മാർക്കറ്റ് ഏതാണ്? പിന്നെന്താണ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്? സിമ്പിൾ. സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഇതെല്ലാം നടക്കുന്ന ആ ഒരു ഓവറോൾ സിസ്റ്റത്തിനെ പറയുന്ന പേരാണ്. അതിലുള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിലാണ് നമ്മൾ ഈ പറഞ്ഞ ട്രാൻസാക്ഷൻസ് എല്ലാം നടക്കുന്നത്. ഇപ്പൊ ഇന്ത്യയിലാണെങ്കിൽ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചും ഉണ്ട്, നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചും ഉണ്ട്. എവിടെ നിന്ന് വേണമെങ്കിലും നമുക്ക് ഓഹരികൾ മേടിക്കാം, വിൽക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. ഓരോ രാജ്യങ്ങൾക്കും അവരുടേതായ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളുണ്ട്. ഇപ്പൊ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം NYSE, അല്ലെ, ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ആപ്പിളും മൈക്രോസോഫ്റ്റും കൊക്കോകോള എല്ലാം ലിസ്റ്റ് ചെയ്തേക്കുന്നത് അവിടെയാണ്. ഇപ്പൊ യുണൈറ്റഡ് കിങ്ഡം എടുത്തു കഴിഞ്ഞാൽ ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, അവിടെയാണ് ബർക്ലേസും വോഡാഫോണും എല്ലാം ലിസ്റ്റ് ചെയ്തേക്കുന്നത്. ജപ്പാൻ എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം ടോക്കിയോ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, അവിടെയാണ് ഹോണ്ട, അതുപോലെ സോണി, ടൊയോട്ട, ഇവരെല്ലാം ലിസ്റ്റ് ചെയ്തേക്കുന്നത്. ഇത് ഞാൻ എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. അവർക്ക് തന്നെ പല പല സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ ഉണ്ടാവാം. സിമ്പിൾ ആയിട്ട് ഒന്നും കൂടി, എന്തിനാണ് ഈ സ്റ്റോക്ക് മാർക്കറ്റ് ഉള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു നിക്ഷേപകന് അവന്റെ പണം വളർത്താനുള്ള ഓപ്പർച്യൂണിറ്റിയാണ്. ഒരു കമ്പനി ഓൺ ചെയ്യുന്ന ആൾക്ക് അല്ലെങ്കിൽ കമ്പനിക്ക് പൈസ റേസ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റിയാണ്. അങ്ങനെ ഒരു കമ്പനിയും അതിലെ ഇൻവെസ്റ്റേഴ്സും, അതായത് ഇൻഡിവിജ്വൽസ് ആയിരിക്കാം, ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിരിക്കാം, അവരും ഗ്രോ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി, പൊട്ടൻഷ്യൽ, അതായത് രാജ്യത്തിന്റെ വളർച്ച. അപ്പോൾ സിമ്പിൾ ആയിട്ടുള്ള രീതിയിൽ സ്റ്റോക്ക് മാർക്കറ്റ് എന്താണെന്നും സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്താണെന്നും മനസ്സിലായി. അപ്പൊ സ്വാഭാവികമായിട്ട് ചിന്തിക്കാം, ആർക്ക് ഷെയർ വാങ്ങിക്കാം? ആർക്ക് വേണമെങ്കിലും ഷെയർ വാങ്ങിക്കാം. പക്ഷെ എങ്ങനെ? എല്ലാവരും പോയി നേരിട്ട് ഷെയർ മേടിക്കുമോ? ഇല്ല. ചിലർക്ക് അത് എന്താണെന്ന് അറിയില്ലായിരിക്കാം, എന്നാലും ന്യൂസ് പേപ്പറിലേക്ക് എല്ലാ ദിവസവും കാണുന്നുണ്ടാവും, സെൻസെക്സ്, നിഫ്റ്റി, സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്നൊക്കെ പറഞ്ഞു. ചിലവർക്ക് ഭയമായിരിക്കാം, ചിലവർക്ക് ഡൗട്ട് ഉണ്ടാവാം, ചിലവർക്ക് നേരത്തെ പറഞ്ഞ പോലെ അറിയില്ലായിരിക്കാം, ചിലവർക്ക് സമയം ഉണ്ടാവില്ല.
അപ്പൊ നമുക്ക് സേഫ് ആയിട്ട് എങ്ങനെ ഈ കമ്പനികളുടെയൊക്കെ ചെറിയ ഓണർഷിപ്പ് നമുക്ക് ഒരു സാധാരണക്കാരന് മേടിക്കാം? അതിനല്ലേ മ്യൂച്വൽ ഫണ്ട്. അത് പക്ഷെ വേറൊരു വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാം.